വിശ്വാസ പരിശീലനം കാലാനുസൃതമായി നവീകരിക്കപ്പെടണമെന്ന് കോതമംഗലം രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കാലാനുസൃതമായ വിശ്വാസ പരിശീലനമാണ് ഇന്നിന്റെ ആവശ്യകതയെന്നും വ്യക്തമാക്കി. കോതമംഗലം രൂപത വിശ്വാസ പരിശീലന കൺവെൻഷൻ വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. വിശ്വാസ പരിശീലനം കാലാനുസൃതമായി നവീകരിക്കപ്പെടണമെന്നും കാലാനുസൃതമായ വിശ്വാസ പരിശീലനമാണ് ഇന്നിന്റെ ആവശ്യകതയെന്നും കോതമംഗലം രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പ്രസ്താവിച്ചു. എന്നാൽ വിശ്വാസ പരിശീലനത്തിന്റെ അന്തിമ ലക്ഷ്യം ഈശോയും സഭയുമായുള്ള ഐക്യത്തിൽ ജീവിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നും ബോധ്യപ്പെടുത്തി. ഈശോയെ രക്ഷകനാഥനുമായി ജീവിതത്തിൽ സ്വീകരിച്ച് ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ് വിശ്വാസ പരിശീലനം ഒരാളുടെ ജീവിതത്തെ സ്വാധീനിച്ചു എന്ന് പറയാൻ കഴിയുന്നത്. സഭയോട് ചേർന്നുള്ള കാലാനുസൃതമായ ഒരു വിശ്വാസ സഞ്ചാരമാണ് വിശ്വാസ പരിശീലനമെന്നും കൂട്ടിച്ചേർത്തു. കോതമംഗലം രൂപത വിശ്വാസ പരിശീലന കൺവെൻഷൻ വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ്. ആമുഖ പ്രഭാഷണം വിജ്ഞാന ഭവൻ ഡയറക്ടർ ഫാദർ ജോസഫ് കല്ലറയ്ക്കൽ നടത്തി. രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ പൈസ് മലക്കണ്ടത്തിൽ, മോൺസിഞ്ഞോർ വിൻസെന്റ് നെടുങ്ങാട്ട് എന്നിവരും പ്രസംഗിച്ചു. വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിയുള്ള ക്ലാസ് ഫാദർ സെബാസ്റ്റ്യൻ കുറ്റ്യാനിക്കൽ നയിച്ചു. ഈ വർഷം 43 സൺഡേ സ്കൂളുകൾ എ ഗ്രേഡിന് അർഹരായി. 28 ഇടവകകൾ PTA എ ഗ്രേഡിനും അർഹരായി. 4, 7, 10, 12 ക്ലാസുകളിലെ മികച്ച സ്കൂളുകൾക്കുള്ള സ്കോളർഷിപ്പും വിതരണവും ചെയ്തു. രൂപതയിലെ മികച്ച 14 വിശ്വാസ പരിശീലകരെ പരിപാടിയിൽ ആദരിക്കുകയും ചെയ്തു. ഷെക്കിന ന്യൂസ്, കൊച്ചി.